Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും ദീർഘശ്വാസമൊക്കെ വിട്ട് എന്നാ പറയാനല്ലേ, നമ്മുടെ കയ്യിൽ എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞൊരു നോൺ വെജേ വരത്തുള്ളൂ. പക്ഷെ എന്നാ ചെയ്യാനാ, പുതിയത് പഠിക്കുമ്പം നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അത് ചേർന്ന് സന്തോഷത്തോടെ ആ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ എന്നാ രസമല്ലേ. ഇന്ന് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല, ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു ബിരിയാണിയിൽ എനിക്ക് കാരണം ഒരുപാട് ഗ്രേവി വരുന്ന ഒരു ബിരിയാണിയെക്കാട്ടിലും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ബിരിയാണിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് അറിയാമല്ലോ എല്ലാവർക്കും, ഇച്ചിരി കറിവേപ്പിലയാ. ഇത് കുഞ്ഞായിട്ട് അരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് തൈര്, പുളിയില്ലാത്തതാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കാശ്മീരി മുളക് പൊടിയായത്, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല. ഇത് ഞാൻ കുറച്ച് ബ്ലാക്ക് സോൾട്ടാണ് മേടിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ഇന്ദുപ്പാണ് മേടിച്ചത്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട, സാധാ ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതും ഓപ്ഷണലാണ്, ജീരകപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇട്ടാം. പിന്നെ നമ്മുടെ ചിക്കന് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് കോൺഫ്ലവറാ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഈ മേടിച്ചേക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഇത് ബോൺലെസ് തന്നെ വേണം എന്നൊന്നുമില്ല, ബോണോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കുരുമുളക് പൊടിയായത്. ഈ കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇടുകയല്ല, ചിക്കൻ കറിയിലൊക്കെ വെക്കുന്ന കൂട്ട് അതൊരു പേരിന് ഞാൻ അത്ര ഇടത്തുള്ളൂ. പിന്നെ ഇതെന്നാന്ന് പറയാ, കുറച്ച് ഒരു കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ വേണ്ടിയത് ഇത് ദമ്മിടാനുള്ള, അതായത് നമ്മുടെ ബിരിയാണി ദമ്മിടാനുള്ള കുറച്ച് സവാള, അതിന്റെ ഗ്രേവി ഉണ്ടാക്കാനാണ് ഒരു 2-3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു വലിയ തക്കാളി അരിഞ്ഞേക്കുക. ഇത് കുറച്ച് മല്ലിപ്പൊടിയാ. ഈ മല്ലിപ്പൊടി തന്നെ പറ്റത്തില്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഗ്രേവിക്ക് ചേരും, പക്ഷെ ഞാനത് നേരത്തെ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഇത് നല്ല ഈ ബിരിയാണിക്ക് നമ്മൾ ചിക്കൻ വെക്കുവാന്നേലും ഇനിയിപ്പോൾ അതേണ്ടേ മീനിൻ്റെ ബിരിയാണി വെക്കും, അല്ലെ പോട്ടെ വെജിറ്റേറിയൻ ബിരിയാണി വെക്കും, പനീർ ബിരിയാണി വെക്കും. ഇതൊക്കെ എനിക്ക് ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു സാധനമാണ്. തേങ്ങാപ്പാലിട്ടും അതായത് തൈരും എല്ലാം ചേർത്തേച്ച് നമ്മൾ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുമല്ലേ, അതെല്ലാം തൈരെല്ലാം ആ ഗ്രേവിയോട് ചേർന്ന് വന്നിട്ട് ലാസ്റ്റ് ചിക്കൻ വേകാനായിട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. അതായത് നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ. ഇതൊക്കെ എന്നാത്തിനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ബിരിയാണിയുടെ മേളിൽ ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ഇനി വേണ്ടിയത് കുറച്ച് ഉള്ളി വറുത്തതും കൂടി, അത് കുറച്ച് വറുത്തത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടാൻ നേരം ദമ്മിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാ വേണ്ടതെന്ന്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബാസ്മതി റൈസാണ്. ഇത് അരി എപ്പോഴും എടുക്കുമ്പോൾ ഇതെന്നെ ഇങ്ങനെയെന്നല്ലേ, ഇത് വേവിച്ച് വെച്ചേക്കുക. ഏറ്റവും ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ അരി വറുത്തേച്ച് നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ്. ഇനി ഊറ്റിയെടുക്കുമ്പോൾ വെള്ളത്തിനകത്ത് നമ്മൾ ഇടേണ്ട കാര്യങ്ങൾ എന്നാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ സാധനവും, അതായത് നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ജീരകം എന്ന് പറഞ്ഞാൽ ഷാജീരകം എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ ഇടുന്ന ഒരു ജീരകമുണ്ട്, അതിടുക. പച്ചമുളക്, ഉപ്പ്, പിന്നെ ബേ ലീഫില്ലേ അതിടുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങാനീര്, അതായത് ഒരു അരമുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കുവാന്നേൽ ഈ അരി ഒന്നിനൊന്ന് തൊടാതെ കിട്ടുകയും ചെയ്യും, കുഴഞ്ഞു പോവാതെ നോക്കാം. പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അരി ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമേൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 65 ആണ്. ഇനിയിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയോളൂ, ഈ 65ക്ക് നമ്മൾ തനിയെ 65 തിന്നണമെങ്കിലും ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയുടെ കൂട്ടത്തിൽ പപ്പടവും കൂടെ വറുത്തിടാറുണ്ട്, പക്ഷെ നമുക്കിതിന് വേണ്ട പ്രത്യേകം പപ്പടം മതി, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കിയാന്ന് നോക്കിക്കോ. തുടക്കം തന്നെ ഐശ്വര്യമായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി. ഇതിപ്പം എത്ര കിലോ ചിക്കനാന്ന് അറിയാവോ? 1 കിലോ ചിക്കനാണ് ചെയ്തേക്കുന്നത്. കുറച്ച് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാ. ആ ചിക്കന് വേണ്ടിയത് മാത്രം ഇട്ടേച്ചാൽ മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല,
കുറച്ച് ഇന്ദുപ്പ്. ഇതിന് കുറച്ച് ഉപ്പുരസം കുറച്ച് കൂടുതലാണ്, അപ്പോൾ ഒരുപാട് ഇടരുത്, ഒരു ഇച്ചിരി ഇടാവൂല്ലേ. ജീരകപ്പൊടി ഭയങ്കര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു എന്താ പറയുക മണത്തിന് വേണ്ടിയും ഇതിൻ്റെ ഒരു ഗുണത്തിന് വേണ്ടിയും കൂടെ ഒരു ഇച്ചിരി ഇടുവാണേ. പിന്നെ വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അതറിയാലോ, മേടിക്കുവാണെങ്കിൽ നമ്മൾ 1.5 സ്പൂൺ ഇട്ടാൽ മതി. അതല്ല നമ്മൾ വീട്ടിൽ ചതയ്ക്കുവാന്നേൽ 1.5-3 സ്പൂൺ, അതായത് ടീസ്പൂൺ, 3 ടീസ്പൂൺ ആണ് ഈ 1 കിലോ ചിക്കൻ്റെ കണക്ക്. അപ്പോൾ ഇത് മേടിച്ചതായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 1.5 ടീസ്പൂൺ എടുത്തോളൂ. ഇത് ടീസ്പൂൺ കണക്കല്ല, ഇച്ചിരി വലുതാ. ഇനി വേണ്ടിയത് ഒരു ഇച്ചിരി തൈര. ഇനിയുള്ളത് കുരുമുളക് പൊടിയാ. വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. പക്ഷെ ഒരു ഇച്ചിരി അതിൻ്റെ ഒരു എന്താ പറയുക മണമായിട്ടൊന്നും കിട്ടുകയില്ല, എന്നാലും ഒരു പിഞ്ചേ ഞാൻ ഇടുന്നുള്ളൂ. ഇനി നമ്മുടെ ചിക്കന് കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇടുവാണേ. അപ്പം എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടു. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചേച്ച് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ കാണിക്കാത്ത 2-3 കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിന ഇല, മല്ലിയില, ഇതെല്ലാം വേണം. ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുവാ. ഈ പറഞ്ഞ പോലെ ബിരിയാണിക്ക് നമ്മൾ അറിയാമല്ലോ ഇതെല്ലാം ഇടാനുള്ളതാണ്. ഓക്കെ, ഇത് ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് വറക്കാനാ. അതുകൊണ്ടൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഇത് ഓവർനൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു സാധനം ആണെങ്കിലും ചിക്കനെ പിടിക്കുകയല്ല. പിന്നെ ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ അല്ല എടുക്കുന്നത്, ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിൽ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി. ചിക്കൻ 65 ആക്കാനുള്ള സാധനം ഞാൻ പ്രത്യേകം വെച്ചിട്ട് ലാസ്റ്റ് വറക്കാം, അതല്ലേ കുറച്ചുകൂടെ നല്ല. അപ്പം ഇപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ചിക്കൻ ഫ്രൈയുടെ പകുതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എണ്ണ അങ്ങ് ഒഴിക്കട്ടെ. സൺഫ്ലവർ ഓയിലാന്നേ. ആക്ച്വലി ഇതിന്റെ വറക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേവിയിൽ ഇടുന്ന ചിക്കൻ ഫ്രൈ ഒരുപാട് വറക്കണ്ട. അതേണ്ടേ ഇപ്പൊ തന്നെ കണ്ടോ, ഞാൻ അങ്ങ് മറിച്ചിട്ടപ്പത്തേന് തന്നെ ഒരു വശം അങ്ങ് മൂത്തു, അത്രയും മതി. ഞാൻ ഇപ്പോഴും പറയാം ചിക്കൻ വെന്തിട്ടില്ല, ഒരു 1/4 ഭാഗമൊക്കെ വേഗത്തുള്ളൂ. കാര്യം ഇതിന്റെ ജ്യൂസ് കംപ്ലീറ്റ് പോയാൽ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിക്കാണെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നത്, ഇത്രയൊന്ന് മൊരിച്ചെടുക്കത്തേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിരിയാണി ദമ്മിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ പോവാണേ. ഞാൻ ഇപ്പോഴും പറയാം ചിക്കൻ വെന്തിട്ടില്ല, ഞാൻ വേവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഗ്രേവി ആ ഒരു ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ ആവട്ടെ, അതാണ് ടേസ്റ്റ്. ഓക്കെ, ഈ എണ്ണ കളയണ്ട, ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ദം ചെയ്യാം. ഇതിന് നെയ്യ് വേണോന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ബിരിയാണിയല്ലേ നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഈ എണ്ണ തന്നെ ഉപയോഗിച്ച് സവാള വാട്ടി അതിൻ്റെ ആ ഒരു ഗ്രേവി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ചിക്കൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് നല്ല അല്ലേ, അപ്പോൾ ഒന്ന് അവിടെ ഇരുന്നോട്ടെ. ഞാൻ ആ എണ്ണ അതിനകത്തോട്ട് വെച്ചു, ബാക്കി എണ്ണ ഇതിനകത്ത് ഇരിക്കട്ടെ, കുറച്ച് ചിക്കനും കൂടെ വറക്കാനില്ലേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ തന്നെ നമ്മുടെ ഒരു സവാള, ഒരു 2 സവാള ഉണ്ടാവും, ഇത് ഇതിനകത്തോട്ട് ഇടുക. ഇനി സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. കാര്യം എന്നാന്നോ, അത് മേടിച്ചതായതുകൊണ്ട്. ഞാൻ എപ്പോഴും പറയുവേലേ, ആ മേടിക്കുന്ന ഇടുമ്പോൾ ഉള്ള ഒരു പാട്, അതുകൊണ്ട് ആ ഒരു കുത്തലിന്റെ ചുവ മാറാനായിട്ട് ഒരു 3/4 ടീസ്പൂണോളം നമുക്കിടാതെ. ഇനിയിപ്പോൾ വേണ്ട ഈ പച്ചമുളക് ചതച്ച ഇടാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്നില്ല, ഇച്ചിരി കീറി വെച്ചേക്കുക. അതുകൊണ്ട് എരിവ് അനുസരിച്ച് ഞാനിപ്പോൾ വേണ്ടേ 1 2 3 4 5 6, അപ്പോൾ ഒരു കഷ്ണം ബാക്കി. അതെങ്ങനെയാ മനസ്സിലായില്ല. അപ്പൊ 2.5 മുളക് ഇട്ടു എന്നാണേ കണക്ക്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് 65 ബിരിയാണി ആയതുകൊണ്ട് കറിവേപ്പില വേണം. ഇതൊന്നെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ
കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഫ്ലേവർ കുറച്ച് കൂടും. പക്ഷെ ഞാൻ ഇനിയിപ്പോ ഒരു 4 ഇലയും വെച്ച് അരിയാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി പിച്ചി ഇടുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറേശ്ശെ പൊടികൾ ഇടുവാണേ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഇടാൻ പോവാം. ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടേച്ച് ഇളക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒരു 1.5 ടീസ്പൂൺ വീതം ഇട്ടാച്ചാൽ മതിയേ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇപ്പൊ നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വെച്ചിട്ട് തീ കൂട്ടി വെച്ചേക്കുമായിരുന്നേ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണേ. തക്കാളി ഒരു പകുതി ചേർക്കാം. അതിന് മുന്നേ എന്നാന്നറിയാം, ഒരു കാര്യം കൂടെ ചേർക്കണം, ഇച്ചിരി തൈര്. അതൊരു 2 ടീസ്പൂൺ മതി. ഒരുപാട് ചിക്കൻ നമ്മൾ എടുത്തിട്ടില്ല, അത്രയും ചോറേ ഉള്ളൂ. അന്നേരം ഇനി ഈ തൈരിന്റെ വെള്ളം ഒന്ന് പറ്റിയേച്ച് ആ പൊടിയൊക്കെ ഒന്ന് മൂക്കുകയല്ലേ, ആ സമയം. ഓക്കെ, ഇതിനകത്തോട്ട് ഇനി ഞാൻ ബാക്കി തക്കാളി അങ്ങ് ഒത്തിരി ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഗ്രേവിക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല. ഈ സമയത്ത് ഞാൻ ഒരിച്ചിരി ഉപ്പ് ചേർക്കുക. ഗ്രേവിക്ക് ഇന്ദുപ്പ് വേണ്ട, സാധാ നമ്മുടെ ഉപ്പ് മതി. ഇതിനകത്ത് ഒരു ഇച്ചിരി മണത്തിന് ഇച്ചിരി ജീരകപ്പൊടി ഇടുന്നെങ്കിൽ ഇട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ തേങ്ങാപ്പാല് ഒഴിക്കും. തേങ്ങാപ്പാല് വേണ്ടാത്തവർക്ക് വെള്ളം ചേർക്കാം, ഒക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഇനി തേങ്ങാപ്പാല് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ വെള്ളം, അതായത് എണ്ണ ഒന്ന് തെളിയും. എണ്ണ തെളിഞ്ഞു. ഇനി ചിക്കൻ ചേർക്കുക. ഒക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത്രയും ചിക്കൻ വേവാനായിട്ട് ഒട്ടും വെള്ളമില്ല അല്ലേ. അപ്പൊ ഞാൻ ഒരു ഇച്ചിരി വെള്ളം, ചെറു ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒഴിച്ചേച്ച് ചിക്കൻ വേവാനിടണ്ടേ. ഇത്രയും ഗ്രേവി വേണം. ഇച്ചിരൂടെ പറ്റിക്കുന്നേ പറ്റിച്ചോ, പക്ഷെ ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ റൈസിനകത്തും കൂടെ ആ ഒരു ഫ്ലേവർ കയറും. അപ്പൊ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പുതിന ഇലയും, ആ ഗ്യാപ്പില് ഞാൻ എന്നാ ചെയ്തു, പുതിന അരിഞ്ഞു വെച്ചു, കുറച്ച് മല്ലിയിലയും ഇച്ചിരി കറിവേപ്പിലയും ഇതിന്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി ഉള്ളി വറുത്തതും കൂടെ ഞാൻ ഇടുക. ബാക്കി നമുക്ക് അലങ്കരിക്കാൻ ദമ്മിടാനായിട്ട് വെച്ചേക്കാം. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഗ്രേവി തന്നെ നല്ല പറ്റി, ഇത്രയും മതി. ഇനി ഒരു ചെറിയ ഫ്ലെയിമേൽ ഞാൻ ഇട്ടേക്കാം, അത്യാവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു ചൂടോടെ ഒന്ന് കിടന്നോട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ അടുപ്പ് കത്തിക്കുക. അപ്പം ഞാനിപ്പം ബിരിയാണിയുടെ ഇത് ഫ്ലെയിമേ വെച്ചേക്കുക. ഞാൻ ഓഫ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാണെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അപ്പം അതിനെക്കാട്ടിലും ഓഫ് ചെയ്ത് ഞാൻ ഇതിനെ ഇപ്പുറത്തോട്ടാക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില വറുത്ത് മാറ്റിയേക്കാം. ഇനിയിപ്പോൾ അതിനായിട്ടൊരു കൺഫ്യൂഷൻ വേണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ്, നമുക്ക് ഇഷ്ടമാണെങ്കിൽ പപ്പടം ചിക്കൻ 65 മാത്രം കഴിക്കുവാണെങ്കിൽ ചെയ്യാം. അതല്ല, ഇതിൻ്റെ കൂടെ പപ്പടം വറുത്താലും നല്ലതാട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ എന്തേണ്ട ഈ 65യുടെ കൂട്ടത്തിൽ തന്നെ വയ്ക്കുക. ഇനി ഇതിനകത്തോട്ട് തീ ഫ്ലെയിം കുറവാണ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചതച്ച്, നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്നതാണെങ്കിൽ ഇച്ചിരി കൂടുതൽ കേട്ടോ.
അല്ല നമ്മൾ മേടിക്കുന്ന ആന്നേലും ഒരു ഇച്ചിരി ഇട്ടാൽ മതി. അതായത് ഇത്രയും ചിക്കന് വേണ്ട ഒരു ഫ്ലേവർ അത്രയും മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് കുറച്ച് തൈരും കെച്ചപ്പും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത ഒരു മിശ്രിതമാണ്. ഇതിനെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നുവെച്ച് ഇതിനകത്തുള്ള ഒരു തൈരിന്റെ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലേ, അതൊന്ന് പോകാൻ അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. ഇനി നമ്മൾ ഇതിനകത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു അരിപ്പിലോ എന്നതേലും വെച്ചാൽ ഈ എണ്ണ അങ്ങ് പോകും. എണ്ണ അങ്ങ് പോകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ചിക്കൻ അങ്ങ് ഇടുക. കണ്ടോ, നമ്മുടെ ആ ഒരു മിശ്രിതം മാത്രം ചിക്കനേൽ കോട്ട് ചെയ്തിട്ട് കണ്ടോ എണ്ണ മാത്രം പ്രത്യേകം വരും. ഇതിനകത്തൊരു ഫ്ലേവർ എൻഹാൻസിങ്ങിന് ഒരു ഇച്ചിരി ഗരം മസാല, ഒത്തിരി ഒന്നുമില്ല, എല്ലാ ചിക്കനേലും ഒന്ന് ഗരം മസാല എത്തിയെന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ, ഞാനിത് മിക്സാക്കി ഒരുപാടിട്ട് മൂപ്പിക്കോ ഒന്നും വേണ്ട. ഞാനിതൊരു സൈഡിലോട്ട് നീക്കി വെച്ചേച്ച എണ്ണയൊന്ന് മാറ്റും. ഇനി നമ്മുടെ ചിക്കൻ എന്നാ ചെയ്യേണ്ടതെന്ന് വയ്ക്കോ. ചിക്കൻ ഞാൻ തുറന്നില്ല, നല്ലോണം അതാ ദമ്മിനുള്ള വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ അരി ഇടുവാണേ. ഹൈ ഫ്ലെയിമിലിരിക്കട്ടെ, നമുക്കപ്പോൾ ചോറൊന്ന് ഇതിനകത്തോട്ട് ചേർക്കാം. നമുക്ക് ചേർക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങളും ഞാൻ ബിരിയാണിക്കകത്ത് ചേർത്തു. ഇതെൻ്റെ എണ്ണ പ്രത്യേക ഇരിപ്പുണ്ട്. ഇനി ചിക്കൻ ഇതിനകത്ത് മേളിൽ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതല്ല, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് മേളിൽ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആ ചിക്കനകത്തോട്ട് ആ ബിരിയാണിയകത്തോട്ട് ഇറങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിൽ ഞാൻ ഇടുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. വേണ്ടേ, എണ്ണ മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ കറിവേപ്പിലയും കൂടെ ആ ഒരു ബിരിയാണിക്കകത്തോട്ട് അങ്ങ് ഇടുക. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് കൊടുക്കാൻ നമുക്ക് ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തവ വെക്കാം. തവ വെച്ചേച്ച് തവ നല്ല ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ ഇതെടുത്ത് വെച്ചാൽ മതി. ഒന്നും പേടിക്കേണ്ട, അടിയിലൊട്ടും പിടിക്കുകയല്ല. ഡയറക്റ്റ് ഫ്ലെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പേടിക്കാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത്. ഇനിയിപ്പോൾ ബിരിയാണി 65 ആയാലും ശരി, മട്ടൺ ആയാലും ശരി, ചിക്കൻ ആയാലും ശരി, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇതിനകത്തൊരു മുട്ട ഇല്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ലെന്നാണ് അർത്ഥം. ബിരിയാണിക്ക് ഒരു മുട്ട മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വിത്ത് പ്രസൻറ്റേഷൻ. നമുക്ക് ഇന്ന് അതുപോട്ടെ, നമ്മളിന്ന് ആനീസ് കിച്ചണിൽ ആരാ വരാൻ പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റിനെ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു പേടിയുണ്ട്. കാര്യം എന്താണെന്നറിയാവോ, സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നെ പറഞ്ഞും പേടിപ്പിച്ചു. വേറെ ആരുമല്ല, അത് മെൻ്റലിസ്റ്റ് ആദ്യമാണ് വരുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് സംസാരിച്ചിട്ട് കാര്യം എന്നാ, സത്യാവസ്ഥയൊക്കെ എന്നാന്നറിയാവേ, അടുക്കള ഒന്ന് വൃത്തിയാക്കണ്ടേ. അപ്പം നമുക്ക് ആദ്യമായിട്ട് കാണാം. വെരി വെരി ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. ആദി ഇരുന്നോളൂ. അല്ലല്ല, ഞാൻ ചായ ഒക്കെ അല്ല, ഞാൻ ചായ വെക്കട്ടെ. ഇങ്ങനെ എന്റെ കയ്യിൽ കാപ്പി ഇരിക്കുന്നു. ഇനി വെക്കുമ്പോ അത് പാലോ വല്ലോ ആയി മാറുമോ? ഓക്കെ, എനിവേ ഹാർട്ടി വെൽക്കം. ആദ്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്റെ പാൽപറ്റേഷൻ ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ, ആദ്യം വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഈച്ച് ആൻഡ് എവറി ക്രൂ മെമ്പേഴ്സ് എന്നെ നല്ല രീതിയിൽ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ്. അപ്പൊ ഒരു ബിൽഡപ്പ് ഉണ്ട് അത് വരുന്നു പറഞ്ഞിട്ട്. ഇത് ഞാൻ എത്ര വിശ്വസിക്കണേ പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും നല്ല മാനിപ്പുലേറ്റർ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത ആളാണ്. ആണായിട്ട് വന്നിട്ട് എല്ലാരും പറ്റിച്ചിട്ട്. അപ്പൊ അതിനകത്ത് ഉത്തരവുണ്ട്. ഞാനാണ് അല്ല, അതാണോ ചോദ്യം? അതാണോ എന്റെ പെണ്ണിനെ പോലെ? അല്ല അല്ല, എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാല് സാധാ വീട്ടമ്മമാരാണ്. കറക്റ്റ്. ആദ്യം ഞാൻ എന്റെ പ്രേക്ഷകരെ പറഞ്ഞോട്ടെ. ആദ്യം നമ്മുടെ അല്ലേ ഇപ്പൊ? നമ്മുടെ ആണ്, അതുകൊണ്ടാണല്ലോ ആദ്യം എന്റെ അടുത്ത് വന്നത്. പക്ഷെ ആക്ച്വലി അവർ പക്ക വീട്ടമ്മമാരാണ്. ഞങ്ങളിങ്ങനെ ഈ അടുക്കള
പിള്ളേരുടെ കാര്യം, വീട്ടുകാര്യങ്ങൾ, പിന്നെ അവരുടെ പുറത്തു പോയി അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കുന്ന കുറെ വീട്ടമ്മമാര്. അപ്പൊ ഇപ്പോ ഞങ്ങളുടെ കുഞ്ഞു ലോകത്തേക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തരണം. വാട്ട് ഈസ് മെന്റലിസം? വാട്ട് ഈസ് ദ മിക്സ്ചർ ഓഫ് മെന്റലിസം? മാജിക്കിന്റെ ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഫോമാന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കൂ ആദ്യം. പക്ഷേ ഞാൻ പറയാം, ഈ നമ്മളെ പണ്ടത്തെ നോക്കിയന്റെ ഫോണില്ലേ, എറിഞ്ഞപ്പെട്ടാത്ത, അതിന്ന് ഇപ്പോ ഫോൺ എത്രത്തോളം മാറി, ഐഫോൺ വരെ അല്ലേ? ഈ മാറ്റം നമുക്ക് അന്ന് ആലോചിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഭയങ്കര വിപ്ലവകരമായ ചേഞ്ചസ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു മാറ്റം ആ സബ്ജക്റ്റിന് സംഭവിച്ചിട്ടുണ്ട്, മാജിക്കിന് സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടാവും? അതിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ കുറെ അക്കാഡമിക് സബ്ജക്റ്റുകളും. ഞാൻ ഏറ്റവും എളുപ്പമായിട്ട് പറയാൻ നോക്കാണ്. ഇപ്പൊ ഹിപ്നോസിസ് പോലെയുള്ള കുറച്ച് സബ്ജക്റ്റുകളുണ്ട്, കുറച്ച് നിഗൂഢമായിട്ട് കൊണ്ടുവരുന്നിരുന്ന കുറച്ച് സബ്ജക്റ്റുകൾ. പക്ഷെ ഇതിൽ കുറെ അക്കാഡമിക്സ് ആണ്. എല്ലാരും സാധാരണ ഹിപ്നോട്ടിസ്, അത് തന്നെ ഹിപ്നോട്ടിസം ആണ്. ഹിപ്നോട്ടിസം ചെയ്യുന്ന ആള് ഹിപ്നോട്ടിസ്റ്റ്. ഹിപ്നോസിസ് അപ്പൊ അത് പിന്നെ അങ്ങനത്തെ സബ്ജക്റ്റുകൾ. പിന്നെ അക്കാഡമിക് സബ്ജക്റ്റുകൾ, ഇപ്പൊ മെമ്മറിനെ പറ്റിയിട്ടുള്ള ഒരു വിഷയം സബ്ജക്റ്റ് ന്യൂമോണിക്സ് എന്നാ പറയാ, അതുണ്ട്. പിന്നെ കുറെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടാത്ത കുറെ സബ്ജക്റ്റുകൾ, കുറെ കുരുത്തക്കേടും. അപ്പൊ ഒരു കാര്യം ചോദിച്ചിട്ട്, ആദ്യം നമുക്ക് ഈ മെന്റലിസം കൊണ്ട് ഒരു ആളെ എങ്ങനെ പ്ലസും പോസിറ്റീവും മൈനസും ഒക്കെ നമുക്ക് ആളെ ഒന്ന് മോൾഡ് ചെയ്യാൻ നോക്കും? ഈ പ്ലസും പോസിറ്റീവ് എല്ലാം എങ്ങനെ അറിയോ? ഓറ എനർജി എന്നൊക്കെ പറയുന്ന ലൈനിലല്ലേ ചോദിച്ചേ? ഞാൻ അതിനൊരു വരി പറയലുണ്ട്. സം പീപ്പിൾ ബ്രിങ് ഹാപ്പിനെസ് വെറെവർ ദേ ഗോ. കറക്റ്റ്. സം പീപ്പിൾ ബ്രിങ് ഹാപ്പിനെസ് വെനെവർ ദേ ഗോ. അവരിറങ്ങിപ്പോയാൽ മതി, എല്ലാവർക്കും ഭയങ്കര അല്ലേ? ഈ രണ്ട് തിയറിന്റെ ഡിഫറൻസ് മാത്രമേ ഇല്ലൂ എനർജി പറയല്ലോ, അല്ലാതെ ഒന്നുമില്ല. ആക്ച്വലി ഈ മെന്റലിസം കുഞ്ഞുനാൾ മുതലേ എന്ത് വരുന്ന ആദ്യയുടെ ഉള്ളില് അങ്ങനെ അത് വരണം? എനിക്ക് ഒരു IPS ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ലോയർ. പക്ഷെ അമ്മയും അച്ഛനും ഭയങ്കര നിർബന്ധം, മെന്റലിസ്റ്റ് ആയേ പറ്റുള്ളൂ. പഠിച്ചു ഇത് വിശ്വസിച്ചോണ്ടിരിക്കാണ് കേട്ടോ. അച്ഛനമ്മ ഒരിക്കലും എനിക്ക് അത് അതിശയം. സാധാരണ കുട്ടികളൊക്കെ ഇവിടെ ഡോക്ടർ ആവ്, എഞ്ചിനീയർ ആവ് എന്നൊക്കെ പറഞ്ഞു വിടുന്ന അച്ഛനമ്മ ലോകത്ത് ഇങ്ങനെ അച്ഛനമ്മയോ? ഇല്ല, ഇതൊന്നും പഠിക്കരുത്, മെന്റലിസം പഠിക്കൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ചെറുപ്പത്തിൽ തന്നെ മാജിക് ഭയങ്കര താല്പര്യം, ഭയങ്കര ക്രേസ് ആയിരുന്നു. പക്ഷെ അതങ്ങനെ ഒരു ജോലിയായിട്ട് എടുക്കാമെന്നോ അതൊന്നും ആലോചിച്ചിട്ട് തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചത്, നമ്മളെ എല്ലാവരും വിചാരിച്ചത് ഞാനൊരു മലയാളം മാഷല്ലാവുമായിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ലൈനായിരുന്നു, ഇങ്ങനെയല്ല പോലെയായിരുന്നു. ലാലേട്ടനോട് കൂടെ ഉള്ള എക്സ്പീരിയൻസ് എന്താണ് അറിയേണ്ടത്? അതെനിക്കറിയത്തില്ല. ബിക്കോസ് ലാലേട്ടൻ എന്ന് പറയുന്ന ഓറ വി ഓൾ അഡ്മയർ ഹിം ആസ് സച്ച് എ ലെജൻഡ് പേഴ്സൺ. ലാലേട്ടൻ ഇസ് എന്താ പറയാ, എല്ലാവർക്കും ഒരു അട്രാക്റ്റീവ് ആണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ നമുക്കൊരു പാറ്റേൺ അറിയാം, കൂടെ വന്നിട്ടൊരു പാറ്റേൺ അറിയാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ഇവിടെ എന്തായിരിക്കും വേറെ ആളുകളൊക്കെ ഉണ്ടാവും, വീട്ടിലായിരിക്കും ചിലപ്പം. അപ്പൊ ഞാൻ ഇതിനെങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത്, എത്ര സെക്കൻഡ് എടുക്കുമായിരിക്കും റിയാക്ഷൻ? കാരണം എനിക്കിഷ്ടം ഇങ്ങനെ അനലൈസ് ചെയ്യാനും കൂടെ അല്ലേ, ഇത് ഞാൻ ആഗ്രഹിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയൊരു ഞാൻ ശ്രദ്ധിച്ചത്, പണ്ട് നിസ്സാര കാര്യമാണ്. ഞാൻ റിങ്ങിന്റെ ഒരു ഓർമ്മ. അപ്പൊ ഞാനത് അന്ന് ഒരു കരവനിൽ ഏതോ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ദിസ് ഇസ് നോട്ട് അബൌട്ട് മീ, എന്നെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ലേ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിന്റെ റിങ്ങിന്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ മസിൽസും ഫിംഗേഴ്സൊക്കെ ഒരു മൈൻഡ് ബ്രെയിൻ കോർഡിനേഷൻ, ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ ചേട്ടൻ മുന്നേ എനിക്കിത് പഠിക്കണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഒരുപാട് സമയം എടുക്കും, പഠിപ്പിച്ചു തരാം, പക്ഷെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അദ്ദേഹം ഇത് ഈ പോളിഷ് ചെയ്യാൻ പറയുന്നതാണെങ്കിൽ അതിന് കുറച്ച് സമയം ആലോചിക്കണം. ഇതല്ല, അദ്ദേഹം അങ്ങനെയാണ്. അപ്പോൾ ആള് ആലോചിക്കുന്നത് വേറെ ഏതൊരു സ്പെക്ട്രം. അപ്പോൾ അതിനെന്താ, എനിക്ക് എത്ര സമയമുണ്ട്, ഇപ്പോൾ ഓരോ ഷോട്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പ്, ഞാനിവിടെ ഇരിക്കല്ലേ, എനിക്ക് ഇഷ്ടം പോലെ സമയമില്ലേ. ഞാൻ എൻ്റെ ഈഗോയിൽ ഇങ്ങനെ മെൽറ്റായിട്ട് ഡ്രോപ്പായിട്ട് നമ്മളെല്ലാം എന്നാ നീ സമയമില്ല എന്ന് പറയുന്നത്, ആരുടെ മുമ്പിൽ എന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ അതിന് ശേഷം ഈ സമയമില്ല എന്നുള്ള കാര്യം പറയലില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്ട്രൈക്ക് ആവും. ഇതിപ്പോൾ ഒരു 4 ദിവസത്തെ ഒരു സൈക്കോളജി അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ, ക്ലാസ് കിട്ടിയാൽ എനിക്ക് കിട്ടണം എന്നുണ്ടാവില്ല ആ സ്പാർക്ക്. അതായത് ഏത് സിറ്റുവേഷനിൽ ഇതുപോലത്തെ കുറെ മാജിക് ഉണ്ട്. അതാണ് ഞാൻ പേഴ്സൺ ഫുൾ ഓഫ് മാജിക് എന്നാണ് നമ്മൾ ലാലേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അതിൽ എഴുതിയത്, ഒരു കാര്യം, ഒരു ആശയം, ഒരു കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അച്ചടക്കം, ഒരു തന്മയത്വം, അതിലൊരു നാക്കുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമറും അങ്ങനെയാണ്. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പോകെ എത്ര പെട്ടെന്ന് അത് വരുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. സ്പോണ്ടേനിറ്റി ഭയങ്കര
ആലോചിച്ച് നമുക്കൊരു തമാശ ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ. അല്ലല്ല. ഹീസ് ലൈക്ക് വളരെ കുറച്ചല്ലേ പറയുള്ളൂ, ഒരു വരി രണ്ടുപേരൊക്കെയല്ലേ പറയൂ. പക്ഷെ അതില് ആദ്യം പറയുമ്പോഴാണ് ലാലേട്ടൻ ഇത്രയും വലിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, ഇത്രയും കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അപ്പം ലാലേട്ടൻ സോ ഫ്ലെക്സിബിൾ എന്നാണ് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാതെ. പക്ഷെ ഇപ്പം ആദ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ലാലേട്ടൻ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് കുറച്ചേ സംസാരിക്കുള്ളൂ, ഭയങ്കര ഫ്രീ ആയിട്ടുള്ള മനുഷ്യനല്ല. അങ്ങനെയൊക്കെ നമുക്ക് വിൽ ഗെറ്റ് ആൻ ഐഡിയ. അങ്ങനെ ഉണ്ടായാലേ പിന്നെ അവര് പല സിറ്റുവേഷൻ നമ്മളായിരിക്കും ഇവർ ഇങ്ങനെയാണോ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ദേഷ്യമായിരിക്കും. അതേ അല്ല, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന മാജിക് ഉണ്ടല്ലോ, അത് പലപ്പോഴും നമ്മൾ ഡിസ്ക്രൈബ് ഇപ്പൊക്കെ പറ്റുമായിരിക്കും. അല്ല അതാ ഞാൻ അത് പറ്റാതിരിക്കുന്നതാണ് ഭംഗി. അല്ലെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ മടുക്കും പെട്ടെന്ന്, അറിയോ? അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാം വീട്ടില് നമുക്കറിയാം, ഇപ്പൊ ഹസ്ബൻഡിനോ വൈഫ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, നമ്മൾ ഇന്ന പോലെ പറയുമ്പോൾ ഇവരിങ്ങനെയാണ് പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞാൽ അവർക്ക് ഇത്ര ഹാപ്പി ആവും. ഈ മെഷർ കൂടി നമുക്കറിയാം. മറ്റേ പറഞ്ഞു ഉറക്കത്തിൽ ആഴ അളക്കുന്നൊക്കെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അറിയാം. ഇത് ഭയങ്കര മോണോട്ടണസ് ആക്കും നമ്മളെ കുറച്ചു കാലം കഴിയുമ്പോൾ. നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കാതാവും. യു സ്റ്റാർട്ട് ടു ബ്രേക്ക് ദ പാറ്റേൺ പർപ്പസ്ലി. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും ലൈഫ്. ആദ്യം അവരൊന്ന് നോക്കും, ഇതെന്താ പരിപാടി, എന്താ സംഭവിച്ചുള്ള രീതിയിൽ. ഞാൻ അമ്മയുടെ ഇടക്കിടക്ക് കാണുന്നത്, ഐ എം എ ക്രേസി പേഴ്സൺ. ഓക്കെ, ഞാൻ കണ്ടമാനം വട്ടുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എററിൽ പഠിക്കും. അപ്പം യു ബ്രേക്ക് ദ പാറ്റേൺ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിനൊരു ആൻസർ. ഇപ്പൊ അവർക്ക് ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയി അവർക്ക് അറിയാം ആൻസർ. ഇന്ന് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ഇറ്റ്, ലൈക്ക് give them like such some surprises. നിങ്ങളുടെ സറൗണ്ടിലുള്ളവരെല്ലാം ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കുട്ടികളെയോ ആരെന്ന് എടുക്കാം. ഒരു 2 വർഷം അവർ പുറത്ത് എവിടെയെങ്കിലും ഹോസ്റ്റലിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോയി നേരിക്കും. അവിടെ ഈ 2 വർഷം അവർ വെറുതെ ഞാനൊരു ടൈം ഡിലേ ഇട്ടതാ. അവരോട് അമ്മേനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല 10 ഓർമ്മകൾ ചോദിച്ചാൽ എന്ത് ഓർമ്മകളാണ് പറയുമായിരിക്കും എന്ന് വെറുതെ ഒന്ന് എഴുതി വെക്കുക. എഴുതണം, അപ്പോഴേ കിട്ടുള്ളൂ. വിചാരിച്ചാൽ നമ്മളിതിങ്ങനെ ഓവർ റൈഡ് ചെയ്ത് പോകും. ഇതെപ്പോഴെങ്കിലും അവരോട് ചോദിക്കാൻ പറ്റിയ ദിസ് ഇസ് വെയർ ജേർണൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ വേറൊരു ആംഗിളിൽ കാണാൻ പറ്റും. സോ അപ്പോൾ ചേച്ചിക്ക് ഒരു ഉത്തരം വരും. ഇതായിരിക്കില്ല ചിലപ്പോൾ അവർ പറയുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രസ് സിറ്റുവേഷനിൽ ഇതുപോലെ ലിസൺ ചെയ്തിരുന്നായിരിക്കും അവർ പറയാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം ആയിരിക്കില്ല. നമ്മളായിരിക്കും വലിയ എക്സ്പെൻസീവ് ഡയമണ്ട് ഒക്കെ മേടിച്ചു കൊടുത്ത് ഒന്നും ആയിരിക്കില്ല. സോ ഈ 10 നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളുടെ ആംഗിളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന 10 10ൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഏത് ഡിലീറ്റ് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആസ് എൻ എക്സസൈസ് ഇതാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഈ 10 ഒരു മെമ്മറി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ചോദിക്കും ഈ ഷോ ഒന്ന് ഒരു എഫക്റ്റ് കളയണമെങ്കിൽ എന്ത് കളയും? കാരണം ഷോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അയ്യോ കളയാനില്ല, അത് പറ്റില്ല, കളഞ്ഞേ പറ്റുള്ളൂ. ഈ 10 ഒരെണ്ണം ഈ ആഴ്ച നടന്നതുണ്ടോ, കഴിഞ്ഞ മാസം നടന്നതുണ്ടോ, അല്ല കഴിഞ്ഞ വർഷം നടന്നതുണ്ടോ? ഇതിലൊന്ന് പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യാൻ ഏറ്റവും നല്ലതൊന്ന് വന്നു കഴിഞ്ഞാൽ ഉള്ളതിലൊന്ന് പോകണമല്ലോ. 10 പറ്റുള്ളൂ, ഫിറ്റ് ആവുള്ളൂ. സോ ഈ 10 ഏറ്റവും മികച്ച മെമ്മറി നിങ്ങൾ ഇനി ഉണ്ടാക്കണം എന്ന് വിചാരിക്കും ഈ ആഴ്ച. ഹൗ ഡു യു കൺസ്ട്രക്ട് ഇറ്റ്? അതെ, ഒരു ആക്ട് ചെയ്യാം നമുക്ക്. ആക്ടോ? എന്തെങ്കിലും. എന്റെ പ്രേക്ഷകർ ഇത്രയും കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ കേട്ടെ. ഇങ്ങനെ ചോദിക്കുന്നു എത്ര സമയം ഇവിടെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം. അതിപ്പോ ചോദിക്കും. അല്ല, അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച മാജിക്. അയ്യോ, അങ്ങനെ പറയായിരുന്നു അല്ലേ? അയ്യോ, ഞാൻ എന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അതിന്റെ കയ്യിലെ പേപ്പർ ഇരിക്കുന്നത്. കൈയടക്കം. അല്ല, ഇത് എന്റെ സബ്ജക്ട് ഇതല്ല. ഞാനൊരു കാര്യം പറയട്ടെ. റെഡി അല്ലേ? റെഡി. ഓക്കെ, ഇതിലേക്ക് ഫോക്കസ് ചെയ്യണ്ട. മീനായി ശ്രദ്ധിച്ചു നോക്ക്. എന്തൊരു ഭംഗിയല്ലേ? അല്ല, ഒരു സ്പൈർ, ഈ ഹിപ്നോട്ടിക് സ്പൈറലൊക്കെ കണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കേണ്ട വിചാരിച്ചത്. ആ സ്പൈറൽ അറിയില്ല, നമ്മളിങ്ങനെ ശ്രദ്ധിക്കൂ. അത് വെറുതെ വിചാരിച്ചട്ടെ. ശരിക്കും ഇവിടെ അത് ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മളത് ഇമാജിൻ ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഹിപ്നോട്ടൈസ് ഒന്നും ചെയ്യില്ല. തൊട്ടൂടെ? നോക്കിക്കോ. ഞാൻ ബോധമില്ലാതെ വീഴരുത്. ഇല്ല, ഇപ്പൊ ചെയ്യില്ല. റെഡി? ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടുന്ന് കണ്ണെടുക്കണ്ട. സ്പൈറലൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയില്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ചുമ്മാ ശ്രദ്ധിക്കണേ. ഒന്നും കണ്ടില്ലല്ലോ. ഇന്നലെ എന്തൊക്കെയാ കണ്ടില്ലേ? വൺ മോർ ട്രൈ. അതിലേക്ക് ശ്രദ്ധിക്കണ്ട. ഇവിടെ നോക്ക്. നെയിം ദ ഫസ്റ്റ് വേർഡ് കംസ് ടു യുവർ മൈൻഡ്. എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് മെയിൽ അയക്കും. അല്ലെന്ന് വേർഡ്, ലെറ്റർ അല്ല, ഫുൾ വേർഡ് പറയണോ? വേർഡ്. ഫസ്റ്റ് വേർഡ് കംസ് ടു യുവർ മൈൻഡ് എന്നല്ലേ പറഞ്ഞേ?
ലെറ്റർ അല്ലല്ലോ. ഓ ആപ്പിൾ. ഓക്കെ. എന്തായിരുന്നു എന്റെ തോട്ട് പ്രോസസ്? നത്തിങ്, ഒരു വേർഡ്, നത്തിങ് മോർ ദാൻ. പെട്ടെന്ന് മനസ്സിൽ വന്ന് വേർഡ്. ഇത് റിലേറ്റ് ചെയ്ത്, കുക്കിംഗ് റിലേറ്റ് ചെയ്ത്, ഇറ്റ്സ് എ ഫ്രൂട്ട്, അത്രേ ഉള്ളൂ. ആപ്പിൾ ഇന്ന് റിലേറ്റ് ചെയ്യിക്കണമെങ്കിൽ അത് ആവാം. അത് ഈ പ്രമിസിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിന് എപ്പോഴും ഒരു കണക്ഷൻ ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാനും ഇഷ്ടമാണ്. അത് നമ്മൾ അബദ്ധം ചെയ്യുന്ന വിചാരിക്കില്ല. അബദ്ധമല്ല ചെയ്തത്, വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് ഞാൻ ഇങ്ങനെ പറയാം, ആപ്പിൾ അല്ലാതെ വേറെ ഒന്നും മനസ്സിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? കറക്റ്റ്, എക്സാക്ട്ലി. അത് ഒന്ന് വായിക്കോ? അതിൽ കുറെ വേർഡുകളാ. ഓക്കേ, വായിക്കേ ഓരോന്നായിട്ട്. ആംഗ്രി, പോളർ, പ്ലാന്റ്, ലില്ലി, എർത്ത്. സബ്ലിമിനൽ ഒക്കെ പറഞ്ഞിട്ടാണ് എന്റെ ആശയം തുടങ്ങേണ്ടത്. ഞാൻ അധികം ഇത്രയും സത്യസന്ധമായി സംസാരിച്ചിട്ട് അതെ അതെ ലളിതമായി പറയണല്ലോ. എന്തൊക്കെയായിരുന്നു? ആംഗ്രി, പോളർ, പ്ലാന്റ്, ലില്ലി ആൻഡ് എർത്ത്. വേറൊന്നുമില്ല. ഒബ്സർവ്. ആംഗ്രി, പോളർ, പ്ലാന്റ്, ലില്ലി ആൻഡ് എർത്ത്. എന്നാ അത് ഇതന്നെ എഴുതിയേക്കുന്നേ? ഓരോരോ വേർഡിന്റെ ആദ്യത്തെ ലെറ്റർ മാത്രം നോക്ക്. അത് സ്ലൈറ്റ്ലി ക്യാപ്. this is too much. അയ്യോ, സി ഞാൻ എന്നാ പൊട്ടിയാന്ന് ആലോചിച്ച് നോക്കിയേ. സി പൊട്ടിയായതുകൊണ്ടല്ല, ബുദ്ധി കൂടുതലുള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ല. ഇവിടെ ഇപ്പൊ ആദ്യം I can't believe this. എന്റെ പ്രഷർ നോക്കിയേ, ഞാനിരുന്ന് പൊട്ടി ആദ്യം വായിക്കുന്നു പറഞ്ഞപ്പോ സോ ഐ റെഡ് ഓൾ ദിസ് വേർഡ്സ്. ആദ്യം ഇപ്പൊ പറഞ്ഞ സി നോക്ക് താഴോട്ട്. അത് കുറച്ച് സ്ലൈറ്റ്ലി ഒന്ന് കട്ടി കൂട്ടിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓ, സാധാരണ ആളുകൾ ഈ സമയത്ത് കൈയടിക്കും. ഇത് ഓ ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അല്ല, ഈ ഒരു അന്തം വിട്ട് കുന്ത വിഴുങ്ങിയിരിക്കുന്ന പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ റിയലി. താങ്ക് യു. അയ്യോ, ഞാൻ ഭക്ഷണം തട്ടേ. ആയിക്കോട്ടെ, ഇതിന്ന് ഞാനൊന്ന് എണീറ്റ് വരണ്ടേ? അതാണ് this is something great. ചെറിയൊരു കാര്യമാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് എ ചെറിയ കാര്യം, ഇറ്റ്സ് എ ബിഗ് കാര്യം. ഞാൻ എന്നെ പോലെ കുറെ കുട്ടികൾ ഇങ്ങനെ പ്ലാന്റ് എർത്ത് എന്നൊക്കെ പറഞ്ഞു വായിച്ചു. ബട്ട് സ്റ്റിൽ താങ്ക് യു. എനിവേ, നമുക്ക് ഡൈനിങ്ങിൽ പോയി എന്റെ ഇന്നത്തെ ഓ താങ്ക് യു. നിങ്ങൾക്കില്ലേ? ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചേച്ച് ഇനി ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. എനിക്ക് ആദ്യോട് വർത്താനം പറഞ്ഞ് സമാധാനമായില്ല. എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ ആദ്യോട് വർത്താനം പറയാം. കുസൃതി ചോദിക്കട്ടെ, ഭാര്യയും കൊച്ചിനെയും കൊണ്ടുവരാൻ തന്നെ അവര് വരണ്ടേ? ഞാൻ എന്റെ ഷോയിലാന്നും പറഞ്ഞാ വരുവല്ല. ഇഷ്ടമാണ്, പക്ഷെ അവര് അങ്ങനെയൊന്നും വരില്ല. ഇരിക്കുമ്പോ തൊട്ട് ആദ്യം ഇരിക്കുമ്പോ തൊട്ട് എനിക്കാണ് ടെൻഷൻ. ആദ്യം എപ്പോഴും എന്നതാ ചെയ്യാൻ പോകുന്നത് ആർക്കും അറിയാൻ മേല. അപ്പൊ ശരിക്കും എന്നോട് പിള്ളേരൊക്കെ പറഞ്ഞത് ഇപ്പൊ വെറുതെയാന്ന് പറയുന്നത് മനസ്സിലായി. കറക്റ്റാ, പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസം എത്തിയിട്ടില്ല. കാര്യം ആദ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രഡിക്റ്റബിലിറ്റി പറയുന്നത് ഭയങ്കര ബോറിംഗ് പരിപാടി ചേച്ചി. കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആവണം, കുറച്ച് പാറ്റേൺ ഒക്കെ ബ്രേക്ക് ആവണം. ഇപ്പൊ ഞാൻ എന്തായാലും ഇവിടെ അവിടെ നിനക്ക് തീവക്കാനൊന്നും അങ്ങനത്തെ അൺപ്രഡിക്റ്റബിലിറ്റി ഒന്നും കാണിക്കില്ലല്ലോ. പക്ഷേ ഞാൻ എന്താ അറിയോ, ആ ഒരു ചെറിയൊരു ആപ്പിളിന്റെ കഥ പോലും ആദ്യം എങ്കാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഐ കാൻ പ്രെഡിക്റ്റ് യു. അതാണ് സത്യം. അതായത് പാറ്റേൺ, ആദ്യയുടെ ഭാഷയില് പാറ്റേൺ എങ്ങനെയാ വരുന്നതെന്നുള്ളത് ആർക്കും അറിയാം. രണ്ടും കറക്റ്റാ. പ്രെഡിക്റ്റബിൾ ആവുമ്പോ പാറ്റേൺ ഒക്കെ കറക്റ്റ് കിട്ടുമ്പോ നമ്മളൊക്കെ ഫീൽഡ് ഔട്ട് ആവും. അല്ല അങ്ങനെയുണ്ട്. മേ ബി അതൊരു എന്താ പറയാ, ഇൻ യുവർ ഫീൽഡ് ദാറ്റ്സ് എ ട്രിക്ക്. അതാണ് സർപ്രൈസും ട്വിസ്റ്റും ടേണും. ഇതിൽ ഒരു കാര്യം കൂടെ മനസ്സിലായി, എന്താ പറയാ, ദാറ്റ്സ് അഡ്വൈസ് അല്ലേ. നമ്മളിപ്പോ പാറ്റേണും പ്രഡിക്ഷനും കൊടുക്കാതിരുന്ന നെവർ എ പേഴ്സൺ ക്യാൻ ജഡ്ജ് എ പേഴ്സൺ. ജഡ്ജ് ചെയ്യാൻ അവര് കൺഫ്യൂസ്ഡ് ആവും, പെട്ടെന്ന് കിട്ടില്ല. കൺഫ്യൂസ്ഡ് ആയിട്ടാകുമ്പോ ഭൂരിഭാഗം പേര് ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള രീതിയിൽ ആ സാഹചര്യം അവരൊരു കൺക്ലൂഷനിൽ എത്തില്ല. ഇവർ നല്ലതോ മോശമോ അതിലേക്ക് എത്തില്ല. കാരണം നമ്മളെല്ലാം പഠിപ്പിച്ച് ബ്രെയിൻ വയറായിരിക്കുന്ന നമ്മൾ രക്ഷപ്പെടണം. അപ്പൊ ഇതെന്താണ്, പക്ഷേ ഇറ്റ്സ് ഗോണ ബി ഇൻട്രസ്റ്റിംഗ്. ഒരു ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ സോ ഈസിയാ, ബിക്കോസ് അവളുടെ പാറ്റേൺ ഒന്നായിരിക്കും, വർത്താന രീതി ഒന്നായിരിക്കും. ഇറ്റ്സ് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ബട്ട് എനിക്കിപ്പോ മനസ്സിലായ ഫ്രം യുവർ സൈഡ്, pattern is different in every movement.
I can predict you what you're going to do. അതായത് നെക്സ്റ്റ് ഇപ്പൊ ഞാൻ വർത്താനം പറയുവാണെങ്കിലും I don't know what is happening in your mind and what's in your thought. ഈ എന്റർടൈൻമെന്റ് സ്റ്റേജിൽ മാത്രം മതി എന്ന് പറയുന്ന പറ്റില്ല. കുറച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ കൂടെ ഇരിക്കുന്നവർ അതൊക്കെ ഡിസർവ് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ എപ്പോഴും അങ്ങനെ ചാടി അങ്ങനെയല്ല. ഒരു നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സീരിയസ്ലി ഒരു കാര്യം കൺസേൺ ഒരു ആൻസർ ചെയ്യുമ്പോൾ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ അതിലൊക്കെ പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോൾ തല്ല് കിട്ടാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാത്ത സപ്പോസ് ടു ബി ആൻ എന്റർടൈൻമെന്റ് ഷോ അല്ലെ ഈ അറ്റ്മോസ്ഫിയർ നല്ലതാണ്. നിങ്ങൾ എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് അതില് ഫൺ നല്ലതല്ലേ? നല്ലതാ. ഇനി ഒരു കാര്യം കൂടെ ആദ്യം എന്താണെന്നറിയോ, എനിക്ക് ആപ്പിൾ എന്റെ മനസ്സിൽ നിന്ന് പോയില്ലേ, എനിക്ക് എന്നതിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്യാവോ അതുപോലെ? പിന്നെന്താ എന്നാ ചെയ്യാതെ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ കളിക്കാനിരിക്കില്ലേ എന്ന് പറഞ്ഞാലൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട് ഇപ്പൊ. ഓക്കെ ചേച്ചി ഫോൺ എടുക്ക്, തുറക്ക്, ഞാൻ തുറന്നു തരണം. ഓക്കെ എങ്ങനെയാ സെർച്ച് ചെയ്യാ? ഗൂഗിളോ എന്താ ചെയ്യാ? ഗൂഗിൾ. എന്നിട്ട് വാട്ട് ആം ഐ തിങ്കിങ് ഓഫ് ടൈപ്പ് ചെയ്യാം. ആര് തിങ്ക് ചെയ്യോ മാത്രം ടൈപ്പ് ചെയ്യാം. ഓക്കെ വാട്ട് ആം ഐ തിങ്കിങ് ഓഫ് ഒരു ചോദിച്ചിന് കേട്ടോ, ഒന്ന് എൻട്രി ചെയ്യണ്ട. ഓക്കെ ഓക്കെ എന്നിട്ട് അവിടെ വെച്ചോ. ഞാനൊരു ഇങ്ങനെ ചോദിച്ചോ, അല്ല അതവിടെ വെച്ചോളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പിന്നെ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ട് പിന്നെ ഇത് തുറന്നു നോക്കുമ്പോ ഇതിന്റെ പരസ്യം വരിക? ഇപ്പൊ പ്രത്യേകിച്ച് എയും കൂടെ വന്നിട്ടാകുമ്പോ നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് അല്ലെ? നമ്മളിപ്പോ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അതിനെ തന്നെ ബേസ് ചെയ്തിട്ട് ഒരു എയും ഹ്യൂമണും തമ്മിൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലൊക്കെ മത്സരം എന്തൊക്കെയോ പറയാണ് ഇവര്. അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ലുക്ക് അറ്റ് മീ, വാണ്ടഡ് ടു തിങ്ക് ഓഫ് എ സെലിബ്രിറ്റി. ഇപ്പോ ദാറ്റ്സ് വെരി ഒബ്വിയസ്, ചേഞ്ച് യുവർ മൈൻഡ്. ഇന്റർനാഷണൽ ആരും ആവാം. അങ്ങനെ തന്നെ. ആദി വിചാരിച്ച ആള് വന്നോ? വന്നു. അതാണ്. അയ്യോ അതെങ്ങനെ ആദി? അത് പറയാൻ പറ്റില്ല. See, I'm a great fan of her. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശരി, അതെങ്ങനെ ആദി? You didn't do anything. You didn't even touch my phone. അതാണ് അങ്ങനെയല്ലേ, നമ്മളൊരു ഇമ്പോസിബിലിറ്റി എന്നാണ് ഇത് ആലോചിക്കേണ്ടത്. ആദി എന്തോ എനിക്ക് അതെങ്ങനെ പറ്റിയേ? അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാനത് ചെയ്തില്ലേ? അത് ചെയ്തു, പക്ഷെ ഞാനിങ്ങനെ നോക്കായിരുന്നു ആദ്യം എന്റെ കോൺസെൻട്രേഷൻ മാറ്റുന്നുണ്ടോ ഇല്ല. ആദ്യം ഇങ്ങനെ കൈ ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനി എന്റെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് യു വിൽ ഡു സംതിങ് ഇൻ മൈ ഫോൺ. യു ഡിഡ്ന്റ് ഡു ഇറ്റ്. നമ്മൾ അങ്ങനെയൊക്കെ തോന്നിച്ചിട്ട് വേറെ വല്ലതും ചെയ്യാൻ വേറെ വല്ലതും ചെയ്താ ഇപ്പൊ. ഇതൊന്നും ആരും വിശ്വസിക്കില്ല. ഇനി അവര് പറയും ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്. എനിക്കത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കല്ലെടുത്തിട്ട് അറിയാൻ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ നാളെ ഇത്രയും വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുക അല്ലേ? എന്തോരോ ആളുകൾ, എത്ര പേര് തിയേറ്ററിൽ വരുന്നു, എത്ര സെലിബ്രിറ്റികൾ നമ്മളോട് അസോസിയേറ്റ് ചെയ്തു, എന്നിട്ട് പറയാണ് ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് എന്ന്. ഞാൻ എന്തൊരു ബില്യണയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും കുറെ കാശും കൊടുത്തിട്ട്. അതാണ് അങ്ങനെയൊക്കെ പറയുള്ളൂ. കറക്റ്റ്. ആദ്യം അതിന്റെ പ്ലസും മൈനസും എല്ലാം പറഞ്ഞു കഴിഞ്ഞേ, പക്ഷെ ഇത് ഐ കാന്റ് ബിലീവ് ആദി. സംതിങ് ഡിഫറെന്റ്. താങ്ക് യു. ശരിക്കും ഇഷ്ടമായോ? ശരിക്കും ഇഷ്ടമായോന്നോ? ഇനി ഞാൻ എന്റെ ഫോൺ ശരിക്കും കുത്തി നോക്കട്ടെ, അത് ശരിക്കായിട്ട് പോകുന്നുണ്ടോന്നാണല്ലോ ആദ്യം നോക്കാനുള്ളത്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് യു, ഐ ഡോണ്ട് ഡു ദിസ്. ആദ്യം ഒരു പ്രാവശ്യം അവർ പറയുമ്പോ പിന്നെ എല്ലാം ഇങ്ങനെ ഞങ്ങൾക്കൊരു മെസ്സായി. ഇപ്പൊ അതാണ് സത്യം. ഇപ്പൊ മെസ്സ് അല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്ന എന്നറിയോ, ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം തരാൻ പോകും. എന്റെ തലയിൽ ഇച്ചിരി മേ ബി ഈ കാണിച്ചൊക്കെ ആക്ടിന് എന്റെ തല ഇങ്ങനെ ഇരിക്കുന്നോണ്ടായിരിക്കും എനിക്കൊന്നും മനസ്സിലാവാത്ത. അതിന്റെ ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ ഞാൻ വെരി പ്യുവർ ഹാർട്ടഡ് പേഴ്സൺ. ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു ദുഷ്ടചിന്തയില്ല. അത് അതിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് സൈൻ ചെയ്ത് തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോളൂ. താങ്ക് യു. അപ്പൊ പിന്നെ ഞാൻ വിളമ്പട്ടെ? ശരി. ഇതെന്തൊക്കെ എഗ്ഗോ? ഇതെന്നാന്നറിയോ? ചിക്കൻ 65 അല്ലേ? ചിക്കൻ 65. ഞാൻ വെജാന്ന് പറഞ്ഞില്ലേ? ഇവര് വെജാ? ആദി ഈസ് വെജ്. ഞാൻ പാർവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പാറു, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് ഉണ്ടാക്കി ചുമ്മാ ഞാൻ വെറുതെ പറഞ്ഞു. എടുക്ക്, ആ പിച്ചാത്തി എടുക്ക്. ഇതിപ്പോ തിരിച്ച് ഞാനൊരു ആക്ട് ചെയ്യും. പാറു ഉടങ്ങുന്നത് ഓടിക്കാണ്. ശരിക്കും എനിക്ക് ടെൻഷൻ. വൈറ്റ് റൈസ് അങ്ങോട്ട് തരും, എന്നിട്ട് അഭിനയിച്ചിട്ട് പൊക്കണം. റെഡി? റെഡി സോ? ഞാൻ പറഞ്ഞേ മനസ്സിലാവില്ല.
രസം നോക്കിയാ ആദ്യം എത്രക്ക് ഞാൻ കൊടുത്തയച്ച് ബാക്കി ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കുന്ന കൂട്ടാ. എന്റെ പോന്നെ ആദ്യം ഇതേ ഉള്ളോ ഇത് തരുള്ളോ? ഇത് തന്നെ ഹെവി അല്ലേ? ഹെവിയാണ്, അതാണ്. ഞാൻ ഇതിനെക്കാട്ടിലും കൂടുതൽ വെച്ചാ അവിടെ ആദ്യം ചോദിക്കും മധുരമൊക്കെ കൊടുക്കുന്നുണ്ട് വേറെ ആളുകൾക്കൊക്കെ. അതങ്ങനെ ഞാൻ ഡെസേർട്ട് രാജുവേട്ടന് മാത്രമേ കൊടുത്തുള്ളൂ. മണിമ്പള രാജുവേട്ടന് കൊടുത്തു. ധ്യാന് വേറൊരു പൊങ്കാല പൈസ കൊടുത്തു. ബിക്കോസ് ധ്യാൻ കെയിം ഫോർ വിഷു. അങ്ങനെ പറയരുത്, ഇത്രയും സ്പെഷ്യൽ ആയിട്ട് ആദ്യം ഞാൻ ചെയ്തതാന്ന്. എന്നെ മധുരം തരാത്ത നന്നായി. ഞാൻ ഇന്നലെ ഡയറ്റ് തുടങ്ങിയതേലു. ഡയറ്റ് പറഞ്ഞ വേറെ പ്രശ്നമൊന്നുമില്ല, മധുരം കഴിച്ചൂടാ. അല്ല അതങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ വിഷമായാലോ പറഞ്ഞിട്ട് ഞാൻ നമ്പർ ഇട്ടതല്ലേ. ആദ്യം കഴിക്കും ചോദിച്ചു മേടിച്ചതാ. അതെന്തറിയോ, ഞാൻ വിചാരിച്ചു ശരിക്കും ആദ്യയുടെ ഒരു ഫ്രീഡം ഫ്രാങ്ക്നെസ് കൊണ്ടിട്ട് ചോദിച്ചതാ ചേച്ചി. സത്യമായി എനിക്ക് വിഷമം വരും. ഇപ്പൊ തന്നെ എന്നെ ഒന്ന് പേടിപ്പിച്ചില്ലേ, ഞാൻ വെജ് ആണ് പിന്നെ എങ്ങനെയാ ഞാൻ ഇത് കഴിക്കുന്നേന്നൊക്കെ വിളിച്ച് ചോദിച്ച് ആദ്യം എന്നെ വേണം, ഞാൻ ചിക്കൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ്. ആ ചേച്ചിക്ക് എന്താ ഏറ്റവും ഇഷ്ടം, നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അത് ഉണ്ടായിക്കോട്ടെ, ഞാനായിട്ട് സജഷൻ പറയുന്നില്ല. അപ്പൊ നോൺ വെജ് എന്റെ കോർഡിനേറ്റർ വന്നിട്ടാണ് അത്. അപ്പോ ഞാനത് എടുത്ത് പറയാത്തോണ്ട് ഞാൻ വെച്ചാൽ നമ്പർ ഇടാന്ന് ചോദിച്ചു. അത് അപ്പൊ തന്നെ പ്രസ്സിൽ വെച്ച് വിശ്വസിച്ചു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ആദ്യം പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഞാനൊരു ക്യാപ്ഷൻ തന്നെ ആദ്യക്ക് വെക്കാം. അതാ കഴിക്കാൻ കൂടെ ഞാൻ കഴിക്കാം. ആദ്യം കഴിച്ചിട്ട് ആദ്യം അഭിപ്രായം പറയൂ. എന്റെ പ്രേക്ഷകർ വെയിറ്റിംഗ് ഫോർ യുവർ റിസൾട്ട്. ഓക്കെ. ആദ്യം കറക്റ്റ് ഉത്തരം പറയണം. ആദ്യം പ്ലീസ് എന്നെ കൺഫ്യൂസ് ആക്കുന്ന ആൻസേഴ്സ് പറയരുത്. ശരിക്കും ഇഷ്ടായി. എന്താ ചോദിക്കാനുള്ള? ഒന്നുമില്ല, എന്നോടല്ല പറയണ്ടേ ചേച്ചി. ഞാനില്ലേ, എനിക്ക് കുക്ക് ചെയ്യാനേ അറിയില്ല. അതായത് ഞാനൊരു ചൂടുവെള്ളം ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കിയാൽ 2 പ്രാവശ്യം കൈകൊള്ളുന്ന ആളാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മ അല്ലേ അവരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട്. ആദ്യം എന്താ ഏറ്റവും ഇഷ്ടം, ഹോംലി ഫുഡ് ആണോ അതോ ബിരിയാണി? അങ്ങനെ എനിക്ക് നമ്മളെ നാടൻ ഊണില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഊണ് അത് പ്രത്യേകിച്ചും എല്ലാരും ഉണ്ടെങ്കിൽ അത് കൂടുതൽ അതൊന്ന്. പിന്നെ അത് ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നില്ലേ, ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. എനിവേ ഐ എം സോ ഹാപ്പി. എന്താ വെച്ചാൽ ആദ്യയുടെ അടുത്ത് വർത്താനം പറഞ്ഞാൽ അതൊന്നും തീരത്തില്ല. ഐ ക്യാൻ നെവർ പ്രെഡിക്റ്റ്. ആദ്യയോട് വന്നിരുന്നാലും ആദ്യം പ്രെഡിക്റ്റ് ചെയ്യാനേ ഒക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ഹാപ്പി. മാത്രല്ല ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഞങ്ങളുടെ അടുത്ത് വന്നു. എനിവേ താങ്ക് യു വെരി മച്ച്. റിയലി ശരിക്കും ഇഷ്ടമായിട്ടാ, ശരിക്കും മനസ്സിലായിട്ടാണ്. അത്രയും സമയം പോയതറിഞ്ഞില്ല. ഞാൻ എത്രയോ സമയം ആ ഒരു ആക്ട് ഒക്കെ വന്നപ്പോൾ ഞാൻ എത്രയോ കുഞ്ഞായ മാതിരി ഒരു ഫീലിംഗ്, ഒരു കളിക്കാനൊരു രസം. പക്ഷെ അതൊരു എന്താ പറയാ, ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം. ഇനിയും നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം വിളിക്കും. ഡെഫിനറ്റ്ലി. അത് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആദ്യം വിളിക്കേണ്ട ആവശ്യമില്ല. യു ആർ ഓൾവേസ് വെൽക്കം. എന്റെ വീട് എന്ന് പറയുന്നത് ഐ വിൽ ബി ഓൾവേസ്. വീട്ടിലേക്ക് വരാം, ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ പ്രൊഡ്യൂസർ സമ്മതിക്കണ്ടേ? അതെല്ലാരും സമ്മതിക്കും. ഞങ്ങളുടെ ക്രൂ അങ്ങനെയാണ്. വി ആർ ഓൾ ബ്രോഡ് മൈൻഡഡ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പന്ന വിചാരവും ഞങ്ങൾക്കില്ല. വി ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ആനീസ് കിച്ചണിൽ കാണുന്ന എന്താ കാഴ്ചകളും കേൾക്കുന്ന വിശേഷങ്ങളും ഒന്നുമല്ല ഇന്ന് നമ്മൾ കണ്ടത്. ടോട്ടലി ഡിഫറെന്റ് അല്ലേ? ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടിപ്സ് കിട്ടണമെങ്കിൽ ആനീസ് കിച്ചൺ കാണണം. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിലത് ഗുഡ് ബൈ.